ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. തലച്ചോറിന് കത്തിയില്ലാത്ത ശസ്ത്രക്രിയ. മനുഷ്യൻ്റെ തലച്ചോറ് ഒരു മഹാത്ഭുതമാകുന്നു. ദൈവസൃഷ്ടിയിലെ ഈ പ്രപഞ്ചത്തിലെ ദൈവം സൃഷ്ടിച്ച എല്ലാറ്റിലും വളരെ വ്യത്യസ്തമാകുന്ന ഒരു മഹാത്ഭുതമെന്ന് വേണമെങ്കിൽ നമ്മുടെ തലച്ചോറിനെ വിളിക്കുവാൻ കഴിയും. ശരീരത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും എല്ലാ അവയവങ്ങളും തലച്ചോറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ശരീരം നന്നായി പ്രവർത്തിക്കുന്നതിൻ്റെ പിന്നിൽ തലച്ചോറുണ്ട്. കമ്പ്യൂട്ടർ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ തലച്ചോറിനെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് വിളിക്കുവാൻ കഴിയും. ഏകദേശം 100 ബില്യൺ ന്യൂറോണുകളാണ്. അങ്ങനെയാണ് തലച്ചോറ് നിർമ്മിതമായിരിക്കുന്നത്. ന്യൂറോണുകൾ കൊണ്ട് തലച്ചോറ് നിർമ്മിതമായിരിക്കുന്നു. 80 ബില്യൺ തുടങ്ങി 100 ബില്യൺ വരെ ന്യൂറോണുകൾ തലച്ചോറിലുണ്ട് എന്നാണ് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത്. ഈ 100 ബില്യൺ ന്യൂറോണുകൾ എന്ന് പറയുമ്പോൾ ഒരു ന്യൂറോണ് ഒരു മൈക്രോ കമ്പ്യൂട്ടറിന് തുല്യമാണ്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 100 ബില്യൺ കമ്പ്യൂട്ടറുകളാണ് നമ്മുടെ തലച്ചോറിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് തമ്മിലുള്ള വയറിങ്ങിനെ കുറിച്ചും ശാസ്ത്രം പറയുന്നത് ഈ ഭൂമിയിലെ ഒരു ഇലക്ട്രീഷ്യനും ഒരു വയർമാനും യോജിപ്പിക്കുവാൻ കഴിയാത്ത നിലയിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള നിലയിലാകുന്നു ഇതിൻ്റെ വയറിങ് നടന്നിരിക്കുന്നത്. തലച്ചോറ് നമ്മെ സ്വാധീനിക്കുന്നു. തലച്ചോറ് നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റാണ്. അവിടെ ചില മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിയുകയാണ് എങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മയെ വർദ്ധിപ്പിക്കുവാൻ കഴിയും. മാറ്റങ്ങളെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രവർത്തന സംവിധാനത്തിന് ചില മാറ്റങ്ങൾ. പ്രവർത്തന സംവിധാനത്തിന് മാറ്റങ്ങൾ എന്ന് പറയുന്ന സന്ദർഭത്തിൽ ഒരു കാര്യം കൂടെ വിശദീകരിക്കേണ്ടത് ആവശ്യമാണ്. ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു ഈ തലച്ചോറിൻ്റെ പ്രവർത്തന സംവിധാനങ്ങൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ മാറ്റം വരുവാൻ സാധ്യതയുണ്ട്. ഇന്നലെ പ്രവർത്തിച്ചതുപോലെ ആകണമെന്നില്ല ഇന്ന് നിങ്ങളുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത്. ഹൃദയം സ്പന്ദിക്കുമ്പോൾ ആ സ്പന്ദനത്തിന് ഒരു ക്രമമുണ്ട്. എല്ലാ ദിവസവും ഹൃദയം ഒരുപോലെയാണ് സ്പന്ദിക്കുന്നത്. എന്നാൽ തലച്ചോറ് പ്രവർത്തിക്കുമ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തന സംവിധാനത്തിന് ഇന്നലെ പ്രവർത്തിച്ചതുപോലെ ഇന്ന് പ്രവർത്തിക്കണമെന്നില്ല. അതിന് മാറ്റങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മനസ്സ്. തലച്ചോറല്ല നമ്മുടെ മനസ്സ്. മനസ്സും തലച്ചോറും രണ്ടും രണ്ടാണ് എന്ന് ശാസ്ത്രം പറയുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ മനസ്സിനെ മൈൻഡിനെ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വിളിക്കുവാൻ കഴിയും. തലച്ചോറ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആകുന്നു എങ്കിൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആകുന്നു മൈൻഡ് എന്ന് പറയുന്നത്. മൈൻഡിൻ്റെ ചുമതല എന്താണ്? മൈൻഡിൻ്റെ ചുമതല എന്ന് പറയുന്നത് ചിന്തകൾ. മൈൻഡ് തോട്ട് ഫാക്ടറിയാണ്. വേണമെങ്കിൽ ഇങ്ങനെ പറയുവാൻ കഴിയും, പകൽക്കാലം മനസ്സൊരു തോട്ട് ഫാക്ടറിയും രാത്രികാലം മനസ്സ് ഒരു ഡ്രീം ഫാക്ടറിയുമാകുന്നു. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ മനസ്സൊരു ഡ്രീം ഫാക്ടറിയുമാകുന്നു. ആ സമയത്തും മനസ്സ് ചിന്തിക്കുകയാണ്. ആ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ സ്വപ്നങ്ങളായി വരുവാനുള്ള സാധ്യതയുണ്ട്. 24 മണിക്കൂറും മനസ്സ് ചിന്തിക്കുന്നു. അവിടെയാണ് താക്കോൽ. മനസ്സിൻ്റെ ഈ ചിന്തകൾക്ക് തലച്ചോറിൻ്റെ പ്രവർത്തന സംവിധാനത്തെ സ്വാധീനിക്കുവാൻ കഴിയും. ചിന്തകൾക്ക് വരുന്ന മാറ്റങ്ങൾ കൊണ്ടാകുന്നു ഇന്നലെ പ്രവർത്തിച്ചതുപോലെയല്ല ഇന്ന് തലച്ചോറ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുവാൻ കഴിയുന്നത്. ചിന്തകൾ തലച്ചോറിൻ്റെ പ്രവർത്തന സംവിധാനത്തിന്
മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുമ്പോൾ നമ്മുടെ ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ ശാസ്ത്രവും ബൈബിളും തമ്മിൽ യാതൊരു വിധമാകുന്ന അകൽച്ചയുമില്ല. ഇത് തമ്മിൽ രമ്യതയിലാകുന്നു എന്നുള്ളത് ആഴത്തിൽ പഠിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ വാക്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. റോമാലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. റിന്യൂ, മനസ്സ് പുതുക്കി റിന്യൂ ചെയ്ത് മനസ്സിനെ പുതുതാക്കുക എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ 2000 വർഷങ്ങൾക്ക് മുന്നമേ പൗലോസ് എഴുതിയ വാക്യമല്ലേ. ഇന്നത്തെ മനഃശാസ്ത്ര മേഖലകൾ അവർ കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഗുണമേന്മ വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിന് മാറ്റം സംഭവിക്കണം, മനസ്സിന് രൂപാന്തരീകരണം സംഭവിക്കണം. വൈദ്യശാസ്ത്രം ആ മേഖലയിലെ മനസ്സുമായി ബന്ധപ്പെട്ട് സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കുമ്പോൾ അവർ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ്. മരുന്നും കൊടുക്കും, അതോടൊന്നിച്ച് തന്നെ അവർ പറഞ്ഞും കൊടുക്കും. ആ വൈദ്യശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ് പറഞ്ഞും കൊടുക്കും, നിങ്ങളുടെ മനസ്സിന് മാറ്റം സംഭവിക്കണം. മനസ്സിന് മാറ്റം സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ചിന്തകൾക്ക് മാറ്റം സംഭവിക്കണം. ഇന്നത്തെ ഈ സമൂഹം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ അറിയുവാൻ കഴിയുന്നുണ്ട്. മനസ്സിൽ സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള സംഘർഷങ്ങളെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. അതിന് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. വ്യാകുലത എന്ന് പേര് കൊടുത്തിരിക്കുന്നു, ഭയം എന്ന് പേര് കൊടുത്തിരിക്കുന്നു. മനസ്സിലുള്ള നിഷേധാർത്ഥകമാകുന്ന കാര്യങ്ങൾ, ആ നിഷേധാർത്ഥകമാകുന്ന കാര്യങ്ങളെ നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ തിരിച്ചറിയുവാൻ കഴിയുന്നു. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുന്നമേ ശാസ്ത്രമേഖലയും വൈദ്യശാസ്ത്ര മേഖലയും ഒന്നും ഇത്രയും വികസിച്ചിട്ടില്ലാതിരുന്നതിനാൽ മനുഷ്യൻ ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ അനുഭവിക്കുമ്പോൾ അതെന്താണെന്ന് അവൻ അറിയുവാൻ കഴിഞ്ഞിരുന്നില്ല. അന്ന് പൊതുവിൽ മനസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വിളിക്കുമായിരുന്നു ആ വ്യക്തിയെ വട്ടൻ, ഭ്രാന്തൻ എന്ന് നമ്മൾ വിളിക്കുമായിരുന്നു. എന്നാൽ അതിന് സമാനമാകുന്ന കാര്യങ്ങളിലൂടെ തന്നെയാണ് ഇന്നത്തെ സമൂഹവും കടന്നു പോകുന്നത്. നമ്മളാരും അവരെ വട്ടനെന്നോ ഭ്രാന്തനെന്നോ വിളിക്കുന്നില്ല, അതിൻ്റെ കാര്യവുമില്ല. സൈക്കാട്രിക് മേഖലയിൽ ഉണ്ടായിരിക്കുന്ന മനസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ചില സംഘർഷങ്ങളാകുന്നു അതിന് ആധുനികമാകുന്ന ഒരുപാട് പേരുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാകുന്നു ആകുലതയുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ. വേണമെങ്കിൽ അതിന് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് വിളിക്കുവാൻ കഴിയും. അതിൻ്റെ കീഴിൽ വരുന്ന വ്യാകുലതയുണ്ട്, ഭയമുണ്ട്, വെപ്രാളമുണ്ട്, അല്ലെങ്കിൽ പാനിക് ഡിസോർഡറൊക്കെ ഒരുപാട് പേര് ഇന്നത്തെ സമൂഹത്തിൽ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം തുടക്കമെന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരാൾക്ക് പെട്ടെന്ന് ഭയമുണ്ടാകുന്നത്? ഭയം ഒരു വികാരമാകുന്നു, ഒരു ഇമോഷനാകുന്ന ഭയം പ്രകടമാകുവാൻ തക്കവണ്ണം ഒരു ചിന്തയുണ്ടാകുന്നു. അവിടെ ചിലപ്പോൾ ഒരു കാര്യം കണ്ടിട്ടായിരിക്കും പെട്ടെന്ന് ഭയമുണ്ടാകുന്നത്. ആ കണ്ട കാര്യത്തെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുമ്പോൾ, കണ്ടത് ചിന്തയായിത്തീരുമ്പോൾ, അത് മനസ്സിൽ വന്ന് ചിന്തയായിത്തീരുമ്പോൾ അതിൽ നിന്നാകുന്നു ഭയം ഉളവാകുന്നത്. ഇനി ആകുലതയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എന്തെങ്കിലും കാണണമെന്നില്ല, ഭയപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കണമെന്നില്ല, കാണണമെന്നില്ല. ആകുലപ്പെടുവാൻ വേണ്ടി ആ വ്യക്തി ഇരുന്നു കൊടുത്താൽ മതി, ചിന്തിച്ചാൽ മതി. ചിന്തകളാകുന്നു ആകുലതകൾ. ഇതൊക്കെ അപ്പോസ്തലനാകുന്ന പൗലോസിന് നന്നായി അറിയാമായിരുന്നു. അദ്ദേഹം ഈ മേഖലയിലൊന്നും പഠനം നടത്തിയ വ്യക്തിയാണ് എന്ന് നമുക്ക് കരുതുവാൻ കഴിയുകയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഇതെല്ലാം അന്ന് അറിഞ്ഞിരുന്നതിനാൽ പരിശുദ്ധാത്മാവ് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പൗലോസിലൂടെയും അതോടൊന്നിച്ച് തന്നെ പഴയ നിയമത്തിൽ നമുക്ക് അനേകം കാര്യങ്ങൾ മനസ്സുമായി ബന്ധപ്പെട്ട് മനുഷ്യനെന്ന് അനുഭവിക്കുന്ന പല സംഘർഷങ്ങളുമായുള്ള ബന്ധത്തിലുള്ള അനേകം സത്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു.
മുൻവിധി കൂടാതെ ബൈബിൾ വായിക്കുന്ന ഒരു സൈക്കാട്രിസ്റ്റിനും ഒരു സൈക്കോളജിസ്റ്റിനും ബൈബിൾ തങ്ങളുടെ ദൗത്യങ്ങളിൽ വലിയ സഹായം കൊടുക്കുന്ന ഒരത്ഭുത ഗ്രന്ഥമായി തീരും. ഇത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫിലിപ്പിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ. ഇത് കൃത്യമായിട്ട് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു വചനമല്ലേ? സൈക്കാട്രിയിൽ വളരെ പ്രയോജനപ്പെടുന്ന ഒരു ടെക്സ്റ്റായിട്ടിത് സ്വീകരിക്കുവാൻ കഴിയത്തില്ലേ? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ആങ്സൈറ്റി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘർഷമാകുന്നു വ്യാകുലത എന്ന് പറയുന്നത്. വ്യാകുലതയുമായി ബന്ധപ്പെട്ട മറ്റു പല മാനസിക രോഗങ്ങളും. അതിനെല്ലാം ഈ ഒരു വാക്കിൽ നമുക്ക് ജനറലൈസ് ചെയ്യുവാൻ കഴിയും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും. അപ്പോൾ അതിനുള്ള ഒരു മരുന്നുകൂടെ അവിടെ പൗലോസ് പറയുന്നുണ്ട്. ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാനസികമാകുന്ന സംഘർഷങ്ങളും രോഗങ്ങളുമായുള്ള ബന്ധത്തിൽ ഇതാ നല്ല ഒരു മരുന്ന് പൗലോസ് പരിശുദ്ധാത്മാവിൽ നമുക്ക് നൽകി തരുന്നു. പ്രാർത്ഥന. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. പ്രാർത്ഥന, സ്തോത്രം എന്ന് വരുമ്പോൾ അത് ഗ്രാറ്റിറ്റ്യൂഡിനെ കാണിക്കുന്നു, ദൈവത്തോടുള്ള നന്ദിയെ കാണിക്കുന്നു. ഈ ക്വാളിറ്റീസ് വളർത്തിയെടുക്കുവാൻ വേണ്ടിയാണ് ഈ മേഖലകളിൽ പഠനം നടത്തുന്നവർ ഇപ്പോൾ മാനസിക സംഘർഷമുള്ളവരോട് പറയുന്നത്. നിങ്ങൾ ചില പ്രത്യേക ഗുണമേന്മകൾ വളർത്തിയെടുക്കണം. ഓണർ വളർത്തിയെടുക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കണം, ഫൊർഗീവ്നെസ് വളർത്തിയെടുക്കണം, പ്രയർ ആൻഡ് മെഡിറ്റേഷൻ വളർത്തിയെടുക്കണം. ഈ ഗുണമേന്മകൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ മനസ്സിനെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തന സംവിധാനത്തിന് മാറ്റങ്ങൾ വരുന്നു. എങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത്? മനസ്സിൻ്റെ ഇടപെടൽ മുഖാന്തരമായിട്ടാണ്. മനസ്സിൽ നിന്ന് പുറപ്പെടുന്ന ചിന്തകൾക്ക്, ആ ചിന്തകൾക്ക് തലച്ചോറിൻ്റെ പ്രവർത്തന സംവിധാനത്തിന് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിയും. ഞാൻ ഈ വാക്യത്തിലേക്ക് മടങ്ങി വരാം. എന്നാൽ അതിനു മുന്നേ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നമ്മുടെ മനസ്സിന്, നമ്മുടെ തലച്ചോറിനെ സ്വാധീനിക്കുവാൻ കഴിയും. തലച്ചോറിൻ്റെ പ്രവർത്തന സംവിധാനത്തെ സ്വാധീനിക്കുവാൻ കഴിയും. മനസ്സെന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആകുന്നു എങ്കിൽ മനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ചിന്തകളെ ഉൽപ്പാദിപ്പിക്കുക, തോട്ട് ഫാക്ടറി, ചിന്തകളെ ഉൽപ്പാദിപ്പിക്കുക എന്നതാകുന്നു എങ്കിൽ നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളുടെ ബ്രെയിനിൻ്റെ പ്രവർത്തന സംവിധാനത്തെ സ്വാധീനിക്കുവാൻ കഴിയും. ഇത് ശ്രദ്ധിക്കുക. റിസർച്ച് ഷോസ് ദാറ്റ് our thinking affects our genes, our perceptions and life experiences remodel our genes. തലച്ചോറിനെ മാത്രമല്ല, നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളുടെ DNA-യിലുള്ള ജീൻസിനെ വരെ റീമോഡൽ ചെയ്യുവാൻ കഴിയും. അത്ഭുതകരമല്ലേ? തീർന്നിട്ടില്ല. These genes have genes code for proteins, and proteins are the building blocks of life. ജീൻസിന് മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ആ ജീൻസിൽ ജീൻസ് കോഡ് ഫോർ പ്രോട്ടീൻസിന് വേണ്ട ജീൻസ് കോഡ് ഉണ്ട്. ആ പ്രോട്ടീൻസ് ആണ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്. നമ്മുടെ തലച്ചോറ് വാക്കുകൾക്ക് അർത്ഥം നൽകിത്തരുന്നത് പോലെ ഈ ജീൻസ് കോഡ് ശരീരത്തിൻ്റെ അക്ഷരങ്ങളാകുന്നു എന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവർ പറയുന്നത് റിസർച്ച് ഹാസ്
shown that mental practices of imagination, visualization, deep thought, and reflection produces the same physical change in the brain that occurs when the concerned activity is actually physically carried out. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സങ്കല്പിക്കുകയാണ് എങ്കിൽ, നിങ്ങൾ ആഴത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് എങ്കിൽ, ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിലൂടെ കടന്നു പോകുകയാണ് എങ്കിൽ, ആ കാര്യങ്ങൾക്ക് നിങ്ങളുടെ തലച്ചോറിൽ ചില പ്രവർത്തനങ്ങളെ പുറപ്പെടുവിക്കുവാൻ കഴിയും. അപ്പം അതുകൊണ്ട് മനസ്സും തലച്ചോറും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ച് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ അതുതന്നെയാണ് വേദപുസ്തകം പറയുന്നത്. വേദപുസ്തകം അതുകൊണ്ട് പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും വിചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്തകളാണ്. നിങ്ങളുടെ തലച്ചോറിന് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിയുമോ? ഉറപ്പായിട്ടും മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിയും. എങ്ങനെ? ചിന്തകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ. ആകുലത വരുന്നു, നിരാശ വരുന്നു, ഇന്നലകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഖേദങ്ങൾ വരുന്നു, ചില സംഭവങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന വേദനകൾ നിങ്ങളെ വല്ലാതെ വിമിഷ്ടപ്പെടുത്തുന്നു, ചിലരോട് നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല, മറ്റു ചില കാര്യങ്ങളോട് നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നു, കോപത്തെ മാനേജ് ചെയ്യുവാൻ അറിയത്തില്ല. ഈ നിലകളിലുള്ള കാര്യങ്ങൾ ചിന്താമണ്ഡലങ്ങളിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ചിന്തകൾ നിങ്ങളുടെ തലച്ചോറിൻ്റെ പ്രവർത്തന സംവിധാനത്തെ വല്ലാതെ മാറ്റുന്നു, ക്രമരഹിതമായി തീരുകയാണ്. അങ്ങനെ അത് ക്രമരഹിതമായി പ്രവർത്തിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അധികം വൈകാതെ അതിൻ്റെ ഭവിഷ്യത്തുകൾ ശരീരത്തിൽ രോഗങ്ങളായി വെളിപ്പെടും. ഇത്രയും പറയുമ്പോൾ രോഗങ്ങൾക്ക് വരെ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ തക്കവണ്ണം ചിന്തകൾക്ക് കഴിയും. രോഗങ്ങൾ, പല രോഗങ്ങളുടെയും വേര് കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഒടുവിൽ എത്തിച്ചേരുന്നത് ചിന്തകളിലാണ്. ക്രമം തെറ്റിയ ചിന്തകൾ, തെറ്റായ ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ. ഈ ചിന്തകളിൽ 80% ചിന്തകളും, ഒരു മനുഷ്യൻ 30,000-ത്തിലധികം ചിന്തകൾ ഒരു ദിവസം ചിന്തിക്കുന്നു. അതിൽ 80% ചിന്തകളും യാഥാർത്ഥ്യങ്ങളല്ല. നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. പരിശോധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും, നിങ്ങൾ ചിന്തിക്കുന്ന പല ചിന്തകളും ശരിയായ ചിന്തകളല്ല, അത് യാഥാർത്ഥ്യങ്ങളല്ല, അത് നെഗറ്റീവുമാകുന്നു. അതുമാത്രമല്ല, അതിനെ ആഴത്തിൽ പഠിക്കുമ്പോൾ അതെല്ലാം ഫോൾസ് ആയിട്ടുള്ള ചിന്തകളാകുന്നു. സത്യമല്ല ചിന്തിക്കുന്നത്. ഇവിടെയാണ് ഒരു വലിയ മാറ്റം സംഭവിക്കേണ്ടത്. ആ വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഫിലിപ്പിയ ലേഖനം 4-ാമത്തെ അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. അവിടെ എന്താണ് നമുക്ക് പ്രാർത്ഥനയിലൂടെ, ഗ്രാറ്റിറ്റ്യൂഡിലൂടെ ലഭിക്കുന്നത്? ദൈവസമാധാനം. നീണ്ട മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ പരിശീലിക്കണം. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരുപാട് പേരോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഒരുമിച്ചിരുന്ന് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഞാൻ അവരോടെല്ലാം ചോദിക്കും, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? അപ്പോൾ പലരും പറയുന്നത് 15 മിനിറ്റ്, 20 മിനിറ്റ്. ശാരീരിക വ്യായാമത്തിന് 2 മണിക്കൂർ, 3 നേരം ഭക്ഷണം കഴിക്കാൻ ഏകദേശം 1.5 മണിക്കൂർ, കൂട്ടുകാരോട് വർത്തമാനം പറയുവാൻ 1 മണിക്കൂർ, TV കാണുവാൻ 45 മിനിറ്റ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കാണുവാൻ 45 മിനിറ്റ്. ബാക്കി സമയം നിങ്ങൾ ജോലിക്ക് പോകുന്നു, ഉറങ്ങുന്നു, ഇതെല്ലാം ചെയ്യുന്നു. പ്രാർത്ഥിക്കാൻ 15 മിനിറ്റ്. വലിയ മടയത്തരം. ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ മാറ്റിവെച്ചതിന് ശേഷം, ഇപ്പം TV കാണുന്ന 1 മണിക്കൂർ അതങ്ങോട്ട് മാറ്റിവെക്കുക, അതങ്ങ് ഒഴിവാക്കിയതിന് ശേഷം
45 മിനിറ്റ് സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്നത് അതങ്ങ് ഒഴിവാക്കിയതിന് ശേഷം എങ്ങനെയെങ്കിലും നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂറെങ്കിലും കണ്ടെത്തുക. രാവിലെ 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ, ഏറ്റവും കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും കണ്ടെത്തിയതിന് ശേഷം പ്രാർത്ഥനയിൽ നിങ്ങൾ സമയം ചിലവഴിക്കുകയാണെങ്കിൽ, ദൈവസന്നിധിയിൽ സ്തോത്രവും സ്തുതിയും നിങ്ങൾ ഉയർത്തുകയാണെങ്കിൽ പരിണിതഫലം എന്താണ്? മനസ്സിന് ഏറ്റവും ആവശ്യമുള്ള സമാധാനം നിങ്ങൾക്ക് ലഭിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കിൽ കാക്കും. അങ്ങനെ സമാധാനം വരികയാണെങ്കിൽ 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഫലമായി തീരട്ടെ. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. ചിന്തയിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ തലച്ചോറിന് കത്തിയില്ലാത്ത ശസ്ത്രക്രിയ നടത്തുവാൻ കഴിയും. തലച്ചോറിൽ ഇപ്പോൾ ആവശ്യമില്ലാതെ കയറിയിരിക്കുന്ന പല കാര്യങ്ങളെയും നിങ്ങൾക്ക് നീക്കിക്കളയുവാൻ കഴിയും. തലച്ചോറിൻ്റെ പ്രവർത്തന സംവിധാനത്തെ ചിന്തകൾ കൊണ്ട് നിങ്ങൾക്ക് ക്രമത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. മറ്റൊരു സന്ദർഭത്തിലും ഞാൻ സംസാരിച്ച സമയത്ത് മുൻ എപ്പിസോഡുകളിലൂടെ പറഞ്ഞ സന്ദർഭത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ചിന്തകളുമായുള്ള ബന്ധത്തിൽ ഒരു ചിന്തയും ന്യൂട്രലായിരിക്കുന്നില്ല. നോ തോട്ട് സ്റ്റേസ് ന്യൂട്രൽ. ഒന്നുകിൽ അത് പോസിറ്റീവാണ്, അല്ലെങ്കിൽ അത് നെഗറ്റീവാണ്. അപ്പം അതുകൊണ്ട് ഈ ചിന്തകളെ നിങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷം ചിന്തകളെ നിങ്ങൾ ക്രമത്തിലേക്ക് കൊണ്ടുവരികയാണ് എങ്കിൽ എന്താ സംഭവിക്കുവാൻ പോകുന്നത്? ഒരു മഹാത്ഭുതം സംഭവിക്കാൻ പോകുന്നു, ഒരു വലിയ അത്ഭുതം സംഭവിക്കുവാൻ പോകുന്നു. നിങ്ങളുടെ തലച്ചോറിന് കത്തിയില്ലാത്ത ഒരു ശസ്ത്രക്രിയ നിങ്ങൾക്ക് നടത്തുവാൻ കഴിയും. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിർദ്ദേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ചിന്തകളുമായുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് വിരോധമായുള്ള ചിന്തകൾ, ഞാൻ ശരിയല്ല, എൻ്റെ ഇന്നലകളിൽ എനിക്ക് കുഴപ്പം സംഭവിച്ചു, ഞാൻ ഗുണമില്ലാത്ത മനുഷ്യനാണ്, ഇങ്ങനെയുള്ള ചിന്തകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. അതിനെ നിങ്ങൾ പുറത്തു കളയണം. അങ്ങനെയുള്ള ചിന്തകൾ വരുന്ന സന്ദർഭത്തിൽ തന്നെ അതിന് പകരമായിട്ടുള്ള നല്ല ചിന്തകളെ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ഞാൻ കർത്താവിൻ്റെ നീതിമാനാകുന്നു, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, നല്ല ചിന്തകളെ കൊണ്ടുവരിക. നിങ്ങൾക്ക് വിരോധമായുള്ള ചിന്തകളെ നിങ്ങൾ നീക്കിക്കളയുക. പിന്നെ നിങ്ങൾക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവാണ്, നിങ്ങൾക്ക് ചിന്തകൾ മുഖാന്തരം എന്തുണ്ടാകും? വികാരങ്ങളുണ്ടാകും. ആ വികാരങ്ങളെന്ന് പറയുന്നത് കേവലം ഒരു അനുഭൂതിയല്ല, അത് തലച്ചോറിനകത്ത് സംഭവിക്കുന്ന കെമിക്കൽ ഈവൻസ് ആകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനാ പറഞ്ഞ കാര്യം അടിവരയിടണം. നിങ്ങൾ ചിന്തിക്കുമ്പോൾ വികാരങ്ങളുണ്ടാകും, ചിന്തകൾ വികാരങ്ങളെ പുറപ്പെടുവിക്കും. ആ വികാരങ്ങൾ എന്ന് പറയുന്നത് കേവലം അനുഭൂതികൾ മാത്രമല്ല. ആ വികാരങ്ങൾ നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ ഓർത്തോണം, ചില കെമിക്കൽ മാറ്റങ്ങൾ തലച്ചോറിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ കോപം ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ, കോപം എന്ന് പറയുന്നത് കേവലം ഒരു അനുഭൂതി മാത്രമല്ല. കോപിക്കുമ്പോൾ നിൻ്റെ ശരീരത്തിലെ കെമിക്കൽ മേഖലകളിൽ, ഹോർമോൺ മേഖലകളിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു കെമിക്കൽ ഈവൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കണം. മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ അനുവാദമില്ലാതെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം, നമ്മുടെ ചിന്തകളെ നമുക്ക് നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. അല്ലാതെ നിങ്ങളുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് സാധാരണ നിലയിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ചിന്തകളിൽ ഭൂരിപക്ഷം ചിന്തകളും 80% ചിന്തകളും സത്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എനിക്ക് എൻ്റെ മനസ്സിനെയും എൻ്റെ ചിന്തകളെയും എൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനെ പറയണം, എൻ്റെ മനസ്സ് എൻ്റെ മനസ്സാകുന്നു, എൻ്റെ മനസ്സ് എന്തു ചിന്തിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, എൻ്റെ മനസ്സ് ബൈബിൾ പ്രകാരം ചിന്തിക്കും. എൻ്റെ മനസ്സ് എൻ്റെ മനസ്സാകുന്നു, എൻ്റെ മനസ്സ് എന്ത് ചിന്തിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, എൻ്റെ മനസ്സ് ബൈബിൾ പ്രകാരം ചിന്തിക്കും. നിങ്ങളുടെ മനസ്സിനെയും
ചിന്തകളെയും നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ കഴിയും. അങ്ങനെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുന്ന ചിന്തകൾ, അതൊരു ചോയ്സാണ്. നമുക്ക് വേണമെങ്കിൽ ഖേദങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കാം, എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം ആയിപ്പോയല്ലോ, ഞാൻ രക്ഷപ്പെട്ടില്ലല്ലോ. ആ ചിന്തകളെ നമ്മൾ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ചൂസ് ചെയ്യുകയാണ്, നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ദൈവം ഇന്ന് വരെ ചെയ്ത നന്മകൾക്കായി സ്തോത്രം. എൻ്റെ ജീവിതം വേറെ ആരോടും എനിക്ക് താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല. എൻ്റെ നാളുകൾ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു, എൻ്റെ ഇന്നുകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ചൂസ് ചെയ്യുകയാണ്, മനഃപൂർവ്വമായിട്ട് നല്ല ചിന്തകളെ ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. ഈ ചിന്തകൾ കൊണ്ട് ഞാൻ എൻ്റെ ദിനത്തെ നിറയ്ക്കുന്ന സന്ദർഭത്തിൽ എന്താ സംഭവിക്കുവാൻ പോകുന്നത്? എൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തന സംവിധാനത്തെ ഞാൻ ക്രമത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, വിശകലനങ്ങൾക്ക്, അമിതമാകുന്ന വിശകലനങ്ങൾക്ക്, ഇന്നലെ സംഭവിച്ചൊരു കാര്യം, നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾക്ക് എന്തൊക്കെയോ സംഭവിച്ചു, അതിനെക്കുറിച്ചുള്ള അമിതമാകുന്ന വിശകലനങ്ങൾ എൻ്റെ മനസ്സിൽ ഇട്ട് ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ല. ആ വിശകലനങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മനഃപൂർവ്വം പറയണം, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് മനസ്സില്ല, നീക്കുന്നു ഞാൻ ആ ചിന്ത. പകരം ഞാൻ ഇപ്പോൾ എനിക്ക് വിജയകരമായി സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടെ ജീവിക്കുവാൻ കഴിയുന്ന ചിന്തകളെ ഞാൻ സ്വീകരിക്കുന്നു. ഈ നിലയിൽ കേടുവരുത്തുന്ന ചിന്തകൾ, കേടുവരുത്തുന്ന എല്ലാ തരത്തിലുമുള്ള ചിന്തകൾ, ആ ചിന്തകളെ റീപ്ലേസ് ചെയ്യുവാൻ, മാറ്റിവെക്കുവാനുള്ള പരിശീലനം സ്വയം നേടിയെടുക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ചിന്തകൾ ക്രമത്തിലേക്ക് വരുന്നത് മുഖാന്തരമായിട്ട് തലച്ചോറിന് കത്തിയില്ലാത്ത ശസ്ത്രക്രിയ നടത്തുവാൻ കഴിയും. തലച്ചോർ എങ്ങനെ പ്രവർത്തിക്കുവാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നുവോ ആ നിലയിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ മനസ്സിൽ വലിയ സ്വസ്ഥതയും നമ്മുടെ ശരീരത്തിൽ വലിയ സൗഖ്യവും നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ വർദ്ധിക്കുകയും നാം ഉപകാരികളായി തീരുകയും ചെയ്യും. നിങ്ങൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ അത് നിങ്ങൾ മാത്രമല്ല അതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്നത്, നെഗറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റും മറ്റുള്ളവരില്ലേ? വിവാഹിതനാകുന്നെങ്കിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഭയത്തിൻ്റെ കേടുകൾ നിങ്ങൾ മാത്രമല്ല അനുഭവിക്കുന്നത്, മറ്റു പലരും അനുഭവിക്കും എന്നതിനാൽ കേടുള്ള മനസ്സല്ല നമുക്ക് വേണ്ടത്, സൗഖ്യമുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. സൗഖ്യമുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ അനുഭവിക്കും. മനഃപൂർവ്വമായിട്ട് ഇത് തിരഞ്ഞെടുക്കുക, ചൂസ് ചെയ്യുക. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ സംവിധാനങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ കഴിയും. ദീർഘസമയം പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക, വചനം ഏറ്റുപറയുവാൻ നിങ്ങൾ തയ്യാറാകുക, വചനം മനഃപ്പാഠമാക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. ആ നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. ഇന്ന് സമൂഹം അനുഭവിക്കുന്ന പല മാനസിക രോഗങ്ങളും, ഡിപ്രഷൻ, ആങ്സൈറ്റി ഡിസോർഡർ, പാരനോയിയ, ഷിസോഫ്രീനിയ, ഇങ്ങനെ തുടങ്ങിയുള്ള വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന മാനസിക രോഗങ്ങളെ ഈ സംവിധാനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞ് പൂർണ്ണ സൗഖ്യം യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വീകരിക്കുവാൻ കഴിയും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട ഈ വചനങ്ങൾ ഈ പ്രിയപ്പെട്ടവരുടെ ഉള്ളങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരുടെ സംവിധാനത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരുവാൻ തക്കവണ്ണം, വിശേഷിച്ചും അവരുടെ മനസ്സിലും ചിന്തകളിലും കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സഹായകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തലച്ചോറിന് കത്തിയില്ലാത്ത ഒരു ശസ്ത്രക്രിയ ചെയ്യുവാൻ അവർക്ക് തന്നെ പ്രാപ്തിയുണ്ട് എന്നുള്ള വെളിപ്പാടിലേക്ക് പ്രിയപ്പെട്ടവർ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഡിപ്രഷൻ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ ആങ്സൈറ്റി ഡിസോർഡർ വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ എല്ലാ ടൈപ്പ് പാരനോയായും സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ പാനിക് ഡിസോർഡർ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ ബൈപോളർ ഡിസീസസ് സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ മാനസികമാകുന്ന സകല രോഗങ്ങളും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. ശാരീരിക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകലത്തിലും യേശുക്രിസ്തുവിൻ്റെ നാമം മഹത്വമെടുക്കട്ടെ.
സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ വിനയപരിശ്രമം ഓർപ്പിക്കുന്നു. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.